ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലം ആരും അധികം പോകാത്തൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. വണ്ണപ്പുറത്ത് കോട്ടപ്പാറ എന്ന് പറയുന്ന ഒരു വലിയൊരു മലയുണ്ട്, അവിടേക്കാണ് പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വണ്ണപ്പുറമാണ്. അതായത് ഞങ്ങൾ തൊടുപുഴ ടു വണ്ണപ്പുറം 17 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ നേരെ വണ്ണപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വണ്ണപ്പുറം ചെന്നിട്ട് ഞാൻ ഒരു തവണ പോയിട്ടുള്ളൂ. നീ പോയിട്ടില്ലല്ലോ? അപ്പം പോയിട്ടില്ല. അപ്പോൾ എന്തായാലും വണ്ണപ്പുറം ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഒരു മഴ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോടയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ണപ്പുറം പോകാം. അച്ഛനിപ്പം ഞങ്ങളങ്ങനെ വണ്ണപ്പുറം എത്തിയിട്ടാ. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് നമ്മൾ പറഞ്ഞ ആ ലൊക്കേഷനിൽ എത്താനായിട്ട്. നമ്മളിതിൽ യാത്ര ചെയ്യുന്ന നേരത്ത് ഇതുപോലൊരു വലിയ മലയുടെ മുകളിലേക്കാണ് പോകണമെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെയാണ് റോഡ് കാര്യങ്ങളൊക്കെ. സൈഡ് കൂടെ യാത്ര ചെയ്താലും അടിയിൽ സാധാരണ കൊക്ക കാര്യങ്ങളൊക്കെ കാണാനുള്ള ഇത് നമുക്കതൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയ ആ ലൊക്കേഷനിലേക്ക് പോകുമ്പോഴാണ് ഇത്രയും വലിയ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയേക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലാണ് നമ്മുടെ യാത്ര. ഇത് കണ്ട് നമുക്ക് വലിയ കാര്യമായിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വലിയ ഫീലിംഗ് ഇല്ല, വലിയ മലയിലൊക്കെ കയറി പോകുന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നില്ല. അച്ചാരെ അങ്ങനെ ഞങ്ങൾ വണ്ണപ്പുറത്തുള്ള കോട്ടപ്പാറ ഹിൽ സ്റ്റേഷന് മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ആ ചായക്കടയിൽ ഞങ്ങൾ ബാഗ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് ചേർന്ന് തന്നെ ഒരു വഴിയുണ്ട്, അതിൽ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. ഞാൻ വഴി കാണിച്ചു തരാം. ഇപ്പോൾ 2 പേര് വ്യൂ പോയിൻ്റൊക്കെ കണ്ട് വന്നിട്ടുണ്ട്. അവിടെ എങ്ങനെയുണ്ടാ വ്യൂ പോയിന്റ്? എന്നാലും വലിയ കുഴപ്പമില്ലല്ലേ? വലിയ സുഖമൊന്നുമില്ല എന്നാണ് പറയണത്. പക്ഷേ സുഖം കിട്ടണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെച്ചാൽ വെളുപ്പിന് വന്നു കഴിഞ്ഞാൽ കോട കാണാൻ പറ്റും. ആ വെളുപ്പിന് വന്നാലേ നമുക്ക് കോട കണ്ടാൽ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ആ ഒരു രസം കിട്ടുള്ളൂ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് താഴേക്കതാ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പം ഇതൊന്നും അല്ല കേട്ടോ, ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണം, എന്നാലാണ് ആ ഒരു വ്യൂ പോയിന്റ് കിട്ടുള്ളൂ. അമ്മി എങ്ങനെയുണ്ടാ? അമ്മയ്ക്ക് പിന്നെ എന്ത് കണ്ടാലും സൂപ്പറാണ്. സൂക്ഷിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ടെൻ്റൊക്കെ അടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അല്ലേ? അതാ ഇവിടെ ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ വെളുപ്പിനെ നല്ല വൈബായിരിക്കും, അടിപൊളി കോടയായിരിക്കും. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഞാൻ 2019 ഇവിടെ വന്നേക്കുന്നത്. പക്ഷെ അന്ന് ഇത്ര പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് വന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ആ ചായക്കട പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെളുപ്പിനെ ഒരു 6 മണിക്ക് എത്തുന്ന രീതിയിൽ വരാണെങ്കിൽ, ഇവിടെ 24 hours ആണ് കേട്ടോ. ഇവിടെ വെളുപ്പിന് ഒരു 6 മണിക്ക് എത്തുന്ന രീതിയിൽ വരികയാണെങ്കിൽ നല്ല കോടയായിരിക്കും. പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ ഏറ്റവും ബെറ്റർ വരാൻ പറ്റിയ സമയം വെച്ചാൽ മൺസൂൺ കാലഘട്ടമാണ്. ഏകദേശം ഒരു നവംബർ ഡിസംബറിലൊക്കെ വരാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. വ്യൂയുടെ എല്ലാം വിഷയം മെയിനായിട്ട് കോട, നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇവിടെ അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടത്. അവൻ നീ വരുന്നുണ്ടാ? അവിടെ വരുന്നുണ്ടോ? സൂക്ഷിച്ചാൽ കണ്ടു ഉരുണ്ടു പോരുത്. ഇവിടെ തെന്നിക്കഴിഞ്ഞ പണിയാണ്, നേരെ താഴേക്ക് പോവും. എന്തായാലും താഴെ ഒന്ന് പോയി കാണിച്ചു തരാം. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആകെ വെള്ളമൊക്കെ ആയിട്ട് വൈറ്റി കിടക്കും. കണ്ട ഇതുപോലെ ഇങ്ങനെ തെന്നിപ്പോവും. ഇവിടെ അന്യായ വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് അധികം താഴേക്ക് പോയിരിക്കണം നല്ലതാ, സീനാണ്. കണ്ട അധികം പോയിരിക്കാൻ നല്ലത്. കണ്ട അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വെളുപ്പിന് വന്നാൽ മൊത്തം കോടയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് കോട ഇങ്ങനെ നമ്മുടെ താഴെ ഇങ്ങനെ കോട ഇറങ്ങിക്കണ കാണാൻ പറ്റും. നല്ലൊരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ. ഇവിടെ ഈ കുട്ടികളായിട്ട് വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം കുട്ടികൾ ഓടിയൊക്കെ നടന്ന് കൈയെങ്ങാനും വിട്ട് കഴിഞ്ഞാൽ താഴേക്ക് പോകും, അത്രയ്ക്ക് ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വേറെ വ്യൂ പോയിൻ്റ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പുറത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. മറ്റൊരു കാര്യം പറയാനുണ്ട്, ഇവിടെ അധികം ആൾ സഞ്ചാരങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേര് ചിലപ്പോൾ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും. അതിന് വളരെ സൂക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട്.
ഇതാണ് വേറൊരു വ്യൂ പോയിന്റ് കേട്ടോ. പക്ഷേ ഈ വ്യൂ പോയിന്റ് ആ വ്യൂ പോയിന്റ് തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ അതിലിങ്ങനെ ക്രോസ് ചെയ്ത് തന്നെ ഇച്ചിരി റിസ്ക് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അത് തെന്നിയെങ്ങാനും പോയി കഴിഞ്ഞാൽ അത് താഴേക്ക് പോകും. അതുകൊണ്ട് കറങ്ങി വരുന്നതായിരിക്കും നല്ലത്. ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെ ഒരുപോലെ ആനന്ദം തരുന്ന ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പക്ഷികളുടെയും ചീവിടിൻ്റെ ഒക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടിയാകുമ്പോൾ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് എൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നത്.